നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കൈപ്പമംഗലം 3 പിടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. വലപ്പാടിൽ വ്യാപാരിയുടെ അക്വേറിയം തകർത്തതിൽ പ്രതിഷേധിച്ച് വലപ്പാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ യോഗം ചേർന്നു. കിഴുപ്പള്ളിക്കരയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരം നടത്തി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ഷേത്രത്തിലെത്തിയത്. ഗുരുവായൂരിൽ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയത്. ദേവസ്വം കമ്മീഷണർ എം. മനോജ് കുമാർ, ക്ഷേത്രം മാനേജർ വി.എം. ഹരിഹര ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകിയാണ് മന്ത്രിയെ സ്വീകരിച്ചത്. തുടർന്ന് മീനൂട്ട്, കഥകളിക്കുല, 101 വെടിവഴിപാട്, വെള്ളിക്കുടത്തിൽ നെയ് സമർപ്പണം തുടങ്ങിയ വഴിപാടുകളും നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷജിൽ വി.ഡി. സതീശിന് വേണ്ടി ശയനപ്രദക്ഷിണവും നടത്തി. കെ.പി.സി.സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, ഡി.സി.സി സെക്രട്ടറി അനിൽ പുളിക്കൽ എന്നിവർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കൈപ്പമംഗലം 3 പിടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. 3 പിടിക ടൗണിന് കിഴക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഐസ് പ്ലാന്റിൽ നിന്നാണ് അമോണിയം ചോർന്നത്. പ്ലാന്റിലെ അമോണിയം ടാങ്കിന്റെ വാൽവ് തകരാറിലാറിയതിനെ തുടർന്നാണ് ചോർച്ച ഉണ്ടായെന്നാണ് നിഗമനം. പരിസരങ്ങളിൽ താമസിക്കുന്നവരെല്ലാം ജാഗ്രതയിലാണ്. സംഭവം അറിഞ്ഞ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധിച്ച ശേഷം ചോർച്ച താൽക്കാലികമായി അടച്ചു. കൈപ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വലപ്പാടിൽ വ്യാപാരിയുടെ അക്വേറിയം തകർത്തതിൽ പ്രതിഷേധിച്ച് വലപ്പാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ യോഗം ചേർന്നു. വലപ്പാട് മണപ്പുറം ചിറ്റിന് സമീപം വലപ്പാട് യൂണിറ്റ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് നജീബ് പുതിയതായി ആരംഭിക്കുന്ന അക്വേറിയം ഷോപ്പിന് മുന്നിൽ വെച്ചിരുന്ന അക്വേറിയം തകർത്ത സംഭവത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് സമീപത്ത് കട നടത്തുന്ന പോൾ എന്ന വ്യക്തി 50,000 രൂപ വിലമതിക്കുന്ന അക്വേറിയം അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് വ്യാപാരികൾ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ക്രമക്കേടിനെതിരെയും വ്യാപാരിക്ക് നേരെയുടെ ആക്രമണത്തിനെതിരെയും വലപ്പാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി R.A. മുഹമ്മദ്, ട്രഷറർ K.J. ശ്രീരാജ്, ഭാരവാഹികളായ റിഹാസ്, M.A. മനോജ് കുമാർ, സുനിൽ തായിസ് എന്നിവരും പ്രദേശത്തെ നിരവധി വ്യാപാരികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അക്വേറിയത്തിന്റെ ഷോപ്പ് തുടങ്ങാനുള്ള വർക്കൊക്കെ പുതിയ ഷോപ്പ് എടുത്താണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടി കോൺക്രീറ്റിലും പെരുക്കിടുന്ന ഭാഗമായിട്ട് ഉള്ളിലിരുന്ന അക്വേറിയാണ്, വലിയൊരു അക്വേറിയാണ്. അത് നമ്മളിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് രാത്രി ഒരു 8 മണിക്ക് ശേഷം തൊട്ടടുത്ത സ്ഥാപനം നടത്തുന്ന ആൾ തന്നെയാണ് ഇതുപോലെ തല്ലിപ്പൊളിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വലപ്പാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി അവർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കിഴുപ്പള്ളിക്കരയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരം നടത്തി. കിഴുപ്പള്ളിക്കര വില്ലേജ് ഓഫീസ് കിണർ ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറകുവശത്തു കൂടെ പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ജനകീയ സമരം താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ റോഡിൽ വാഴ നട്ട് ഉദ്ഘാടനം ചെയ്തു. ടാറിട്ട റോഡിൽ ബിൽഡിംഗ് വേസ്റ്റ് അടിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. 2-വീലർ യാത്രക്കാർ നിരന്തരം വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ്. 9, 10 വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡിൽ ഇഷ്ടികകളും മറ്റും അടങ്ങുന്ന ബിൽഡിംഗ് വേസ്റ്റുകൾ റോഡിൽ ഇട്ടിട്ടുള്ളത്. മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും
മെമ്പർമാർക്കെതിരെയും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് സമരസമിതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഏറെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുമെന്നും സമരക്കാർ പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ MK ചന്ദ്രൻ, VK സുശീലൻ, സെക്രട്ടറിമാരായ ഷാഫി കല്ലുംകടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിൽ എത്തിയ VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. ആഘോഷങ്ങളും സുരക്ഷാ വലയങ്ങളും ഇല്ലാതെ സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുൻപിൽ കാറിൽ വന്നിറങ്ങിയതിനു ശേഷം തെക്കേ നടപ്പുറയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുൻപിലെത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നായിരുന്നു ക്ഷേത്ര ദർശനം. സോപാനത്തിനു മുൻപിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മണിക്കിണറിന്റെ തീർത്ഥം കൊണ്ടും തുലാഭാരം വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടിവന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യഗണപതിക്ക് നാളികേരവും അടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ചീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കോളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതെന്നും അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളിയോടെയാണ് മന്ത്രി വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തിയും കുശലം പറഞ്ഞും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ തരത്തിലായിരുന്നു അദ്ദേഹം. K കരുണാകരനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയാണ് VD സതീശൻ. ദർശനത്തിന് ശേഷം വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരവും നടത്തിയിരുന്നു. ഡോക്ടർ ഓഫ് ഫിസിക്കൽ തെറാപ്പിയിൽ ബിരുദം കരസ്ഥമാക്കിയ കൈപ്പമംഗലം സ്വദേശി ഡോക്ടർ സഹൽ P നജുമുദ്ദീനെ അനുമോദിച്ചു. സഹയാത്രിക സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പുരസ്കാര സമർപ്പണം നടത്തി. ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ PM ജബ്ബാർ, CM നൌഷാദ്, PK റാസിഖ്, PS ഷാഹിർ, മറ്റു കുടുംബാംഗങ്ങളും തുടങ്ങിയവരും പങ്കെടുത്തു. പുതിയ വീട്ടിൽ നജുമുദ്ദീൻ റംഷി ദമ്പതികളുടെ മകനാണ് സഹൽ P നജുമുദ്ദീൻ. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഇരട്ട സഹോദരിമാർക്ക് അനുമോദനവുമായി താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെയും 8ാം വാർഡിന്റെയും നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളും ഇരട്ട സഹോദരിമാരായ കീഴ്പിള്ളിക്കര ബിജു സംഗീത ദമ്പതികളുടെ മക്കളായ ഗംഗ, ഗായത്രി എന്നിവരെയും കീഴ്പിള്ളിക്കര കായംകുളം വീട്ടിൽ അബ്ദുൾ സമദ് മാഷിന്റെയും സാഹി ടീച്ചറുടെ മകനും ഗവൺമെന്റ് നളന്ദ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് തമീമിനെയും വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറൈൻ ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രൻ, MK ഉണ്ണിരാജൻ, PB രമേശ് എന്നിവർ പ്രസംഗിച്ചു. ചാഴൂരിൽ 44 വർഷം സർവീസ് ചെയ്ത അംഗനവാടി ടീച്ചറെ അനുമോദിച്ച് സൗഹൃദ ഫൗണ്ടേഷൻ. ചാഴൂർ പഞ്ചായത്തിലെ 23ാം നമ്പർ ശ്രീജിത്ത് അംഗനവാടിയിൽ 44 വർഷത്തെ സേവനത്തിനു ശേഷം റിട്ടയർ ചെയ്ത വർക്കർ റോസ്ലി ടീച്ചറെ സൗഹൃദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. സൗഹൃദ ഫൗണ്ടേഷൻ ചെയർമാൻ ആന്റോ തൊറൈൻ പൊന്നാട അണിയിച്ച് റോസ്ലി ടീച്ചറെ അനുമോദിച്ചു. ട്രഷറർ ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ പോൾ ചിറ്റിലപ്പള്ളി, ഷെബിൻ എന്നിവർ പ്രസംഗിച്ചു. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം കാടിന് കിഴക്കുമൂട്ടിൽ സുരേഷിന്റെ മകൻ 23 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തെക്കുംപാടം സ്വദേശി അനന്തു ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പുലർച്ചെ മുടിക്കോട് മേൽപ്പാലം ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അശ്വിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. PG പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആളൂരിൽ ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരോധിത വിദേശ നിർമ്മിത പുകയില ഉൽപ്പന്നങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. ആളൂർ കനാൽ പാലത്ത് പ്രവർത്തിക്കുന്ന ഗ്രെയിൻ സൂപ്പർ മാർക്കറ്റിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഇവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻചാർജ് റോയ് വിൽഫ്രഡ്, ആളൂർ SI മനോബി ചെറിയാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃശൂർ ചുണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. മരക്കൊമ്പ് കാറിനുള്ളിലേക്ക് തുളച്ചു കയറിയിരുന്നു. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം OJ ജനീഷ് ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സുനിൽ അന്തിക്കാട്, K ഗിരീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂരിലെ തറവാട്ട് വീട്ടിൽ വിരുന്നിനെത്തിയ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റു. കുന്നംകുളം കീഴൂർ മൂലായിൽ പരാതനായ വിജയന്റെ ഭാര്യ ചാരുപിടിക്കൽ രമയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രമ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിലെ കഥകളി അധ്യാപകനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.
കലാമണ്ഡലത്തിലെ കഥകളി വേഷം തെക്കൻ വിഭാഗം അധ്യാപകൻ 45 വയസ്സുള്ള ഹരി ആർ നായരെയാണ് പാഞ്ഞാളിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാഞ്ഞാൾ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഹരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേർപ്പിൽ പോസ്റ്റൽ ഡെലിവറി വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. തൃശൂർ തൃപ്പയാർ സംസ്ഥാന പാതയിൽ ചേർപ്പ് പാലം സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച രാവിലെ 7:45 അപകടം. തൃശൂരിൽ നിന്ന് തൃപ്പയാർ ഭാഗത്തേക്ക് വരികയായിരുന്ന സ്പീഡ് പോസ്റ്റിന്റെ ഡെലിവറി വാനാണ് അപകടത്തിൽപ്പെട്ടത്. പാലം സ്റ്റോപ്പിന് മുമ്പ് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കുവാൻ വാൻ വെട്ടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാൻ റോഡിലൂടെ തെന്നിമാറി പാലം സ്റ്റോപ്പിലെ വീട്ടുമതിലിന് സമീപത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാനിന്റെ അകത്ത് കുടുങ്ങിയ ഡ്രൈവറെ ഏറെ ശ്രമിച്ചാണ് ഡോർ തുറന്ന് പുറത്തെത്തിച്ചത്. അപകട സമയത്ത് സംസ്ഥാന പാതയിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് മൂലം വൻ അപകടവും ഒഴിവായി. JCB ക്രെയിൻ ഉപയോഗിച്ചാണ് വാൻ എടുത്തുമാറ്റിയത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ മുൻ സർക്കാർ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കണിമംഗലം പാലത്തിന് സമീപം റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നതാണ് വാഹനക്കുരുക്കിന് കാരണമാകുന്നത്. ഗതാഗത തിരക്കേറിയ രാവിലെയും വൈകിട്ടുമാണ് കുരുക്ക് അതിരൂക്ഷമാകുന്നത്. സംസ്ഥാന പാതയിൽ ഇരിഞ്ഞാലക്കുട വരെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായെങ്കിലും ഈ ഭാഗം മാത്രം 200 മീറ്ററോളം പുനർനിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. റോഡിന്റെ മറ്റു ഭാഗങ്ങൾ ഇരുവശത്തും നടപ്പാത ടൈൽ പാകിയും ബോർഡർ ലൈനുകൾ വരച്ചും നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ മാത്രം പുനർനിർമ്മിക്കാത്തത് വിചിത്രമാണെന്നാണ് ആക്ഷേപം. സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ശക്തമാവുകയും ചെയ്യുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം കൂടുതൽ ദുഷ്കരമാവുകയും കുരുക്ക് രൂക്ഷമാവുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. റോഡ് പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പുതിയ സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി VD സതീശൻ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കൈപ്പമംഗലം 3 പിടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. വലപ്പാടിൽ വ്യാപാരിയുടെ അക്വേറിയം തകർത്തതിൽ പ്രതിഷേധിച്ച് വലപ്പാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ യോഗം ചേർന്നു. കിഴുപ്പള്ളിക്കരയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.